Go. Back to Son. Again. It's on Heung-min. രണ്ട് ബ്ലിറ്റ്സടാ. എടാ മോനെ. ഓക്കെ, ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. ഹിയർ വി ഗോ. അപ്പോൾ നമ്മൾ ഒപ്പോണൻ്റ് ആരാന്ന് നോക്കട്ടെ. ഡിവിഷൻ 3 ആണ്. EFB എന്താണത്, കെക്കിപ്പിയോ അങ്ങനെ എന്തോ ആണ് കണ്ടത്. ഇതിലാട്ടെ നമ്മളെ ഫോർമേഷൻ ഇത് തന്നെയാണ്. റൊമീനി ഇടാൻ ഫോമുണ്ട്, നല്ല ഫോമുണ്ട്. പിന്നെ ഡിലോ വേണ്ട, സലീബ, അർണോൾഡ് ഇടാല്ലേ. ഒരു ഒഫൻസീവ് ഫുൾ ബാക്ക് ആവട്ടെ. അപ്പോൾ അവൻ്റെ ഫോർമേഷൻ ഇത് എന്താണത്, 3 CB, ഒരു CMF, DMF ഇല്ല, ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ഇല്ല. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് സലയും സോൺ ഹ്യൂങ്മിനും. അടിപൊളി. ഓക്കെ, അപ്പോൾ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹിയർ വി ഗോ. ടൈം വെയിറ്റ് ചെയ്യണമെന്ന് അറിയുവാനൊക്കെ ശോകം. ഓക്കെ, അവൻ്റെ ഫോർമേഷൻ നോക്കിയാട്ടെ, എല്ലാവരും ഫ്രണ്ടിലാ. മൾഡീനി, കോസ്റ്റക്കൂർത്ത. ഹിയർ വി ഗോ. ഓക്കെ, സോൺ ഹ്യൂങ്മിൻ വിങ് കവർ ചെയ്ത് പോകാൻ തോന്നുന്നു. എടാടാ, ജസ്റ്റ് മിസ്. ബരേല ആൻഡ് എംബാപ്പെ. ഓക്കെ, അർണോൾഡ് എടുത്തിട്ടുണ്ട്. സലാ, സ്നൈഡർ, മെസ്സി ആൻഡ് ബാക്ക് ടു സലാ. ലെറ്റ്സ് ഗോ. സലാ ടു സോൺ, സോൺ ടു റൂമി ഫിനിഷ്. എടാ, he should have finished it. Dona and Costa Curta. Here we go. Son Heung-min, let's go. And Snyder, Rumi, Salah double touch. Okay, Davies. ഓക്കെ, ഈസി ആയിട്ട് എടുത്തിട്ടുണ്ട്. അർണോൾഡ് പക്ഷേ പോയി അറ്റാക്കിംഗ് ആയി അപ്പുറത്ത്. ഡേവിസ്, ക്രോസ്, വ്യക്തിയട്ട ക്രോസ്, വേസ്റ്റഡ് ആയിപ്പോയി ഗൈസ്. നല്ല അറ്റാക്കായിരുന്നു പുള്ളിയുടെ. ഓക്കെ, ബാക്ക് ടു റുമി, ഓഫ് സൈഡ്. ചേടാ, നല്ല ചാൻസ് ആയിരുന്നില്ലേ. കുറച്ചുകൂടി ഒരു സെക്കൻഡ് മുന്നേ ഞാൻ പാസ് ഇട്ടിരുന്നെങ്കിൽ അത് ഗോളായിരുന്നേനെ. ഓക്കെ, സെക്കൻഡ് ചാൻസ് ഗൈസ്, ഇത് മിസ്സാക്കരുത്. റുമി, എൻ്റെ മോനെ, ചിപ്പ് ഷോട്ട് കിട്ടില്ല, ഗോളായിരുന്നില്ല. റുമിനിക്ക് പിന്നെ അല്ല. അത്രേ ഉള്ളു ഗൈസ്, അത്രേ ഉള്ളു. 1-0. ഓ, കാസമീറോ, മെസ്സി, എടുക്ക്. കിട്ടില്ലേ? യെസ്, മൾഡിനി, സോൺ, സ്നൈഡർ, ബാക്ക് ടു സോൺ. ഏടാ, സീന11, ക്രോസ്. യോ, എന്തൊക്കെയാടാ കാണിക്കുന്നത്. എടാ, ഫൗളാ, പെനാൾട്ടിയാ. ഓ, സെറ്റി, റെഡ് കാർഡ് ഗൈസ്. അവൻ്റെ റാഷ്ഫോർഡ് പുറത്തായി. ഫ്രണ്ടിൽ ആള് കുറവ്, ബാക്കിലും ആള് കുറവ് അവസ്ഥ. തൊണറുമ അടിച്ചു കളഞ്ഞു. അപ്പം ഇനി കുറച്ചും കൂടി ഈസിയായി. പക്ഷെ എന്നാലും അവൻ നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ആ 3 CB വെച്ചിട്ട്. ഒന്നാമത് എനിക്ക് വലിയ പ്രോ കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് ഈസി ആയിരിക്കും. ഓക്കെ, ബാക്ക് ടു സല. ലെറ്റ്സ് ഗോ സല. സല ക്രോ അല്ല, പക്ഷേ കേൾ എന്ന് പറഞ്ഞിട്ട് ക്രോസ് എന്നല്ല പറയുന്നത്. കോസ്റ്റ കുർത്ത, സോൺ ടു സ്നൈഡർ, ടേണി, ഇറ്റ്സ് സ്നൈഡർ, ഫിനിഷ്, ഇറ്റ്സ് സ്നൈഡർ. വാട്ട് എ സേവ് മാൻ. സേവ് അല്ലേ. ഗോൾ കീപ്പർ ആരാണ്? ഇതിൽ ഷോട്ടായിരുന്നു. ഞാൻ വെച്ച് ബാറും അങ്ങോട്ട് അടിക്കുന്നു, നല്ല പവർ കൂടി പോയോ എന്നൊരു ഡൗട്ട്. സ്നൈഡറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതാരാ, സോണാണോ? മെസ്സിയാ. ഓക്കെ, മെസ്സി, ഡബിൾ ടച്ച്. മാൻ. ഓ, പിന്നല്ല, മൾഡീനി, അഗ്രഷൻ ഗൈസ്. ഓക്കെ, റുമി, ടേൺ. ഇറ്റ്സ് റുമിനിക്. റുമി, എടാ പോസ്റ്റ്, മെസ്സി.
കേസ് ഇപ്പം എനിക്കറിയില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് ഇപ്പം കാണുന്നുണ്ട് ഈ ഫുട്ബോളിൽ ഭയങ്കര സ്ക്രിപ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ. സോൺ ഭയങ്കര സ്ക്രിപ്റ്റിംഗ് ഓവറായ പോലെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കളി വലിയ പ്രോ അല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സ്ക്രിപ്റ്റാന്ന് എനിക്കൊരു ഉറപ്പൊന്നുമില്ല, മനസ്സിലാവുന്നില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, കമൻ്റല്ല പറയുന്നുണ്ട്. ഓക്കെ അർണോൾഡ് ലെറ്റ്സ് ഗോ. എടാ ഹാഫ് ടൈം ആയല്ലോ, 1-0 ലീഡേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നില്ല, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്, നമ്മളെ ലോസും ഡ്രോസും ഒരേപോലെ ആവുന്നത്. അതിപ്പോഴും എനിക്കുണ്ട്. അതിൻ്റെ അടിയിൽ കുറേ കമൻ്റ് ഉണ്ടായിരുന്നു. അതായത് കുറേ കമൻ്റ് ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റാണ് ബ്രോ, എനിക്കിങ്ങനെയാണ് പറഞ്ഞുകൊണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ആ ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. എൻ്റെന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 കളി ജയിച്ചാൽ പിന്നെ ഒരു 4 കളി നേരത്തെ പൊട്ടും ഡ്രോ അങ്ങനെയാവും. അതായത് അതിൻ്റെ ഉള്ളിൽ ഡ്രോ ഉണ്ടാവും, ലോസും ഉണ്ടാവും, സെയിമാക്കുന്ന പോലെ. ഞാൻ ഇപ്പോൾ ഒരു 7 ലോസ് നിരത്തിയാൽ ഉറപ്പിച്ചോ, ഞാൻ കുറച്ച് കളി ജയിക്കുന്നതിനുള്ളിൽ തന്നെ ഞാൻ അത് ഡ്രോ കറക്റ്റാക്കിയിരിക്കും, 7 കറക്റ്റാക്കും. എന്താണെന്നറിയില്ല, ഞാൻ എത്ര കളിച്ചിട്ടും അങ്ങനെ തന്നെ ആവുന്നത്. ഒരു ഫേസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് എല്ലാ ഫേസും അങ്ങനെ തന്നെ. എടാ ഓ മണ്ടത്തരാകുന്നല്ലോടാ. ഹലൻഡ് ഓക്കെ കിട്ടിയില്ല. Here we go guys. Casemiro, pass to Salah, Snyder, Son Heung-min, back to Romi. നടന്നില്ല. ഓക്കെ കിട്ടിയില്ലേ? അർണോൾഡ് ക്രോസ്. എടാ സ്റ്റണ്ണിങ്ങിൻ്റെ ഒരാവശ്യം ഉണ്ടായില്ല അവിടെ. ഇതിനാണ് ഞാൻ സ്റ്റണ്ണിങ് കിട്ടുന്നത്, എനിക്ക് പോലും അറിയില്ല. ക്രോസ് അടിച്ചിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും സബ് ആരെയാണ് ഞാനിനി സബ് ഇറക്കേണ്ടത്? എല്ലാവരും ഓക്കെയാണ്. ഇത് എന്താണ് ഇവരിങ്ങനെ കളിക്കാത്ത പോലെ? നല്ല കാർഡൊക്കെ എനിക്കുണ്ട്, പക്ഷേ എന്തോ ഒരു പ്രശ്നം കളിച്ച് ജയിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് എൻ്റെ കളി വലിയ പണ്ടത്തെ ആ ഒരു ലെവലൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു 5 കളിയിൽ 3 ജയിക്കേണ്ട രീതിയിലും കാണേണ്ടതാണ്. അത്രയ്ക്ക് കളി പണ്ടുണ്ടായതല്ലേ. അർണോൾഡ് എൻ്റെ പണ്ടത്തെ കളിയിൽ ഭയങ്കര വിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ്, കോൺഫിഡൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഓവർ തിങ്കിങ്ങും എല്ലാം പോലെ കളിക്കുന്നത്. അങ്ങനെ ചെയ്താൽ കിട്ടുമോ, ഇങ്ങനെ ചെയ്താൽ പാസ് കിട്ടുമോ, അതിനെ ചിന്തിച്ച് കളിക്കുമ്പോഴത്തേക്ക് അവൻ ബോൾ എടുത്തിട്ട് പോകും. ഓക്കെ മോഡ്രിച്ച് ക്രോസ്, ഇവിടെ ഗോൾ, ഓഫ് സൈഡ്. സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നു, പ്രാന്തം കുടിക്കുന്നുണ്ട്. പൊസിഷൻ അടിക്കേണ്ടത് സെലക്ട് അടിച്ചല്ലേ. കോസ്റ്റ കുർത്ത, മാൽഡീനി, ബാക്ക് ടു കുർത്ത. നടന്നില്ല. കോസ്റ്റ കുർത്ത എന്താണത്? സ്നൈഡർ, ബാക്ക് ടു സ്നൈഡർ. മെസ്സി എടുക്കടാ. കമവിംഗ, ഡിയാബി, നെയ്മർ. അവിടുന്ന് ഷൂട്ട് ചെയ്തു അവൻ. എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല ആവശ്യത്തിന്. ലോങ് ഒക്കെ ഗോൾ അടിക്കണമെങ്കിൽ എന്ത് പണിയാ അറിയാം എനിക്കിപ്പോൾ. ഞങ്ങൾക്ക് ഷൂട്ട് വട്ടം ഞെക്കുന്നത് തന്നെ പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോഴൊക്കെയാണ്. ലോങ് റേഞ്ച് ഷൂട്ട്സൊക്കെ അടിച്ചു പഠിക്കണം കേസ്. പിന്നെ ഈ ഫേക്ക് ഷോട്ട് ഇട്ടുള്ള കളിയും നല്ലോണം പഠിക്കണം. എല്ലാവരും യൂസ് ചെയ്യുന്നത് ഡബിൾ ടച്ചിനെക്കാട്ടി പവറാണ് ഈ ഫേക്ക് ഷോട്ട് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നത്. പവറെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു ഈസി പോലെ ഗോൾ അടിക്കാൻ വേണ്ടി. ഇവനെന്ത് ഇത്ര ടൈം എടുക്കുന്നേ? അടിച്ചു കയറി വാടാ. മെസ്സി പാസ്വേഡ് ഇല്ല. മോഡ്രിച്ച് പിന്നെ ക്രോസ് ഇടാൻ നോക്ക്. പണ്ടത്തെ ക്രോസ് ക്യാമറ ആണെന്ന് തോന്നുന്നു. സലാ, മെസ്സി. ഒന്ന് വാടാ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. സലിബ, സലാ, കാസമീറോ, സ്നൈഡറേ. ഓക്കെ സ്നൈഡർ കിട്ടി.
എൻ്റെ സ്നൈഡർ ബോയ്. പാസ്സാണ് അവൻ്റെ. പാസ് അല്ല, നമ്മൾ നല്ല ബ്ലോക്കിംഗ് ആയിരുന്നു. കാസ്മീറോ, സ്നൈഡർ, ബാക്ക് ടു സോൺ, ലെറ്റ്സ് ഗോ. സോൺ, ടേൺ, ലെറ്റ്സ് ഗോ. ഇറ്റ്സ് സോൺ ഹ്യൂങ്മിൻ. എടാ അത് ഞാൻ ഗോൾ ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ലടാ. എൻ്റെ മോനെ, ഇറ്റ്സ് സോൺ ഹ്യൂങ്മിൻ ഗൈസ്. വാട്ട് എ ഗോൾ. എന്തോ ചെയ്യാനാ ഗൈസ്, സം പേ ടു വിൻ തിങ്സ്. ഓക്കെ സലിബ, ലെറ്റ്സ് ഗോ. ബാക്ക് ടു സോൺ അഗെയിൻ. ഇറ്റ്സ് സോൺ ഹ്യൂങ്മിൻ. എടാ 2 ബ്ലിറ്റ്സടാ മാങ്ങ. ഇത് എന്തത്, ബാക്ക് ടു ബാക്ക് ബ്ലിറ്റ്സാ. പോസ് അടിച്ചേക്ക് വിറ്റ്. എടാ കളി ഇത്രയും നേരം ഷോക്കായിരുന്നില്ല. ഒരു മിനിറ്റ് കൊണ്ടല്ലേ സോൺ ഹ്യൂങ്മിൻ കളി മാറ്റിയേ. യു ഓൺ ഗൈസ്. ചെക്കൻ ക്വിറ്റ് ചെയ്ത്. 1588 റാങ്കിങ് ആയിട്ടുള്ളൂ. റേറ്റിംഗ് സോറി. കയറ്റണം, നല്ലോണം കയറ്റണം. അവൻ വലിയ പ്ലെയറൊന്നും അല്ലാന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും നമ്മൾ സോൺ ഹ്യൂങ്മിൻ്റെ പവർ അത് പൊളിച്ച്. അപ്പോൾ എന്തായാലും ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ. അത് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. 2 ഡേയ്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ഹെഡ്സെറ്റ് മേടിക്കണം. iOS-ൻ്റെ ഒറിജിനൽ തന്നെ മേടിക്കേണ്ടി വരും, അതിൻ്റെ പണിയുണ്ട്. രണ്ടാമത്തെ കാര്യം, വൈഫൈൻ്റെ സ്പീഡ് കൂട്ടണം. 10 MB/s, അതായത് 100 MB/s ആക്കണം. അന്നേരമാണ് 10 MB കിട്ടുക. അന്നേരമാണ് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ കഴിയുക, ലൈവ് ചെയ്യാൻ കഴിയുക. നോക്കട്ടെ, അത് രണ്ടും കൂടി സെറ്റ് ആവുകയാണെങ്കിൽ പൊളിയായിട്ട് ലൈവ് ചെയ്യാം. അപ്പോൾ ഒട്ടാലൊന്നും കുഴപ്പമില്ല, നമുക്ക് ഡെയിലി ലൈവ് ചെയ്ത് പോകാം ഗൈസ്. അപ്പോൾ അതിലൊരു കണ്ടൻറ്റ് എന്തായാലും കിട്ടും. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഡെയിലി കളിക്കുമ്പോൾ ഒരു 5-6 മാച്ചൊക്കെ കളിച്ചാൽ അതിൽ 2-3 ഉണ്ടെങ്കിൽ എനിക്ക് നല്ല കണ്ടൻറ്റ് കിട്ടലുണ്ട്. പക്ഷെ എനിക്ക് ഇടാൻ കഴിയില്ല, ടൈം കിട്ടുന്നില്ല, അതാണ് സീന്. രാത്രി ആകെ കിട്ടുന്ന കുറച്ച് ടൈമിലാണ് ഞാൻ ഇതിങ്ങനെയൊക്കെ വീഡിയോ ആക്കിയിട്ടൊക്കെ ഇടുന്നത്. ഗെയിം പ്ലേ നല്ലത് കിട്ടണം പോരാത്തതിന്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ. ബൈ.